നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ആ മാങ്ങയുടെ ഫ്ലേവറൊക്കെ നമ്മുടെ പുട്ടിലേക്ക് നല്ലോണം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് നീലം മാമ്പഴം വെച്ച് ഒരു മാമ്പഴപ്പുട്ട് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് നല്ല പഴുത്ത ഒരു നീലൻ ഇനത്തിൽപ്പെട്ട ഒരു മാമ്പഴം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വളരെ ചെറുതായിട്ട്, മാക്സിമം ചെറുതായിട്ട് അരിയുക, നല്ല കുനുകുനായിട്ട് അരിഞ്ഞെടുക്കുക. അതായത് ഈ ഒരു പരുവത്തിലേക്ക്. ഇതിലും ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ഇതിലും ചെറുതാക്കി തന്നെ അരിഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതിനുശേഷം നമ്മൾ കുറച്ച് തേങ്ങ, ചിരകിയ തേങ്ങയിലേക്ക് പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് അത് നമ്മുടെ ഈ മാങ്ങയിലേക്ക് ഇട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് പുട്ടുപൊടി എടുത്ത് നമുക്ക് വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. കുറച്ച് ഉപ്പിടുന്നുണ്ട്. പിന്നെ ഇതിൽ വെള്ളം ചേർക്കുമ്പോൾ അളവ് കൂടി പോകാൻ ശ്രദ്ധിക്കുക. അളവ് കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കറക്റ്റ് അളവിന് വെള്ളം ഒഴിച്ച് മാവ് അത് തരി പോലെ വിട്ട് വിട്ട് വരുന്ന പരുവത്തിൽ, പുട്ടിൻ്റെ പരുവം എല്ലാവർക്കും അറിയായിരിക്കും, ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ തേങ്ങ ഇടുന്ന പോലെ ആദ്യം ഈ മാമ്പഴവും തേങ്ങയും കൂടെ ചേർന്ന മിക്സ് ആദ്യം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പുട്ടുപൊടി നിറയ്ക്കുക. ഇടുമ്പോൾ പുട്ടുപൊടി കൂടുതലായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മാങ്ങയുടെ കറക്റ്റ് ഫ്ലേവർ നമുക്ക് ആ പുട്ടിൽ കിട്ടില്ല. ഏറ്റവും ലാസ്റ്റ് നമുക്ക് കുറച്ച് മാങ്ങയുടെ മുകളിൽ വെച്ച് ഭംഗിയായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ആ മാങ്ങയുടെ ഫ്ലേവർ പുട്ടിലേക്ക് നല്ലോണം ഇറങ്ങിയിട്ടുണ്ട്. ഹൈവാ സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മാമ്പഴപ്പുട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. നല്ല മാങ്ങ